നമസ്കാരം. സ്ത്രീ സൗഖ്യത്തിലേക്ക് സ്വാഗതം. കോവിഡും ഗർഭിണികളും എന്നതാണ് ഇന്ന് സംസാരിക്കുന്ന വിഷയം. ഏതാണ്ട് 40 ലക്ഷത്തോളം മനുഷ്യജീവനുകൾ അപഹരിച്ചുകൊണ്ട് കോവിഡ് എന്ന മഹാവ്യാധി ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെയുണ്ട്. കോവിഡിൻ്റെ ഒന്നാം തരംഗം ഗർഭിണികളോട് അല്പം കരുണ കാണിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അധികം സങ്കീർണതകളൊന്നും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഏതാണ്ട് 7ഓളം മരണങ്ങളാണ് കോവിഡിൻ്റെ ഒന്നാം തരംഗത്തെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായത്. എന്നാൽ രണ്ടാം തരംഗം ജനിതക മാറ്റം വന്ന വൈറസുകളാണ്. കോവിഡിൻ്റെ സങ്കീർണതകൾ ഗർഭിണികളിൽ അല്പം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഏതാണ്ട് 30ഓളം മാതൃമരണങ്ങൾ കഴിഞ്ഞ 2 മാസങ്ങളിലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ ഉണ്ടാകുന്ന കോവിഡ് നമ്മൾ അല്പം കൂടി ഗൗരവതരമായി കാണേണ്ടിയിരിക്കുന്നു. വൈറസിന് ജനിതകമാറ്റം വന്നു എന്നത് നാം മനസ്സിലാക്കി. എന്നാൽ രോഗപ്രതിരോധത്തിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പഴയതു തന്നെയാണ്. SMS, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക്, ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക. ഇപ്പോൾ നമ്മൾ ഡബിൾ മാസ്കിംഗ് ആണ് പറയുന്നത്. തുണി കൊണ്ടുള്ള മാസ്ക് അടിയിൽ വൃത്തിയായി വായും മൂക്കും മറയത്തക്കവണ്ണം ധരിച്ചതിന് ശേഷം അതിന് മുകളിലൊരു സർജിക്കൽ മാസ്ക്, 3 ലെയർ, 3 ലെയർ സർജിക്കൽ മാസ്ക് അതിന് മുകളിൽ ധരിക്കുക. ഹാൻഡ് സാനിറ്റൈസേഷൻ, കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, അതല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് ശുചിയാക്കുക. ഈ 3 കാര്യങ്ങൾ കോവിഡിൻ്റെ തുടക്കം മുതൽ നാം ശീലിച്ചിരുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോഴും മുഖ്യമായത്. ശക്തമായ മറ്റൊരായുധം കൂടി നമുക്കിപ്പോൾ ലഭ്യമാണ്, കോവിഡ് വാക്സിനേഷൻ. എന്നാൽ ഗർഭിണികളിൽ കോവിഡ് വാക്സിൻ നൽകാൻ ഭാരത സർക്കാരോ ICMRO അനുമതി നൽകിയിട്ടില്ല. ശരിയായ രീതിയിലുള്ള പഠനങ്ങൾ ഇല്ലാത്തതിനാലാണ് അത്തരമൊരു അനുമതി ഭാരത സർക്കാർ നൽകാതിരിക്കുന്നത്. എന്നാൽ മുലയൂട്ടുന്ന അമ്മമാരിൽ വാക്സിനേഷൻ നൽകാൻ നമുക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു പ്രിക്കോഷൻസും ഇല്ലാതെ തന്നെ, അതായത് മുലയൂട്ടൽ നിർത്തുകയോ അതല്ലെങ്കിൽ 1-2 ദിവസം ഗ്യാപ്പ് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. ഗർഭിണികൾക്ക് കോവിഡ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണോ എന്ന് പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. തീർച്ചയായും ഏതൊരു വ്യക്തിയെയും പോലെ തന്നെയാണ് ഗർഭിണികൾക്കും രോഗം വരാനുള്ള സാധ്യത. എന്നാൽ ഗർഭിണികളിൽ കോവിഡ് ബാധയുണ്ടായാൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായാണ് കാണപ്പെടുന്നത്. ICU അഡ്മിഷൻ, വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടിവരുന്ന അവസ്ഥ തുടങ്ങിയവയൊക്കെ ഗർഭിണികളിൽ അല്ലാത്തവരെ അപേക്ഷിച്ച് ഗർഭിണികളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഗർഭിണികളിൽ തന്നെ അമിത രക്തസമ്മർദ്ദമുള്ളവർ, പ്രമേഹമുള്ളവർ, അമിതവണ്ണമുള്ള ഗർഭിണികൾ, പ്രായം 35 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഗർഭിണികളിൽ തുടങ്ങിയവരിൽ അപകട സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായാണ് കാണപ്പെടുന്നത്. ഗർഭിണികളിൽ കോവിഡ് രോഗം വന്നാൽ സങ്കീർണതകൾ കൂടുന്നു എന്ന് ഞാൻ മുൻപ് പറഞ്ഞു. എന്നാൽ മിസ്കാരേജ് അഥവാ അബോർഷൻ ആകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ചാപിള്ള, ഇൻട്രയൂട്രൈൻ ഡെത്ത്, പ്രസവ സമയത്ത് ജീവനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്ന അവസ്ഥ തുടങ്ങിയവ രണ്ടും കോവിഡ് ബാധിതരായ ഗർഭിണികളിൽ കൂടുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. നടത്തിയ അധിക പഠനങ്ങളിലും അങ്ങനെയൊരു കൂടിയ നിരക്ക് കാണപ്പെടുന്നില്ല. എന്നാൽ കോവിഡ് ബാധിതരായ ഗർഭിണികളിൽ രക്തസമ്മർദ്ദം കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ മാസം തികയാതെയുള്ള പ്രസവം, പലപ്പോഴും കോവിഡ് അല്പം ഗുരുതരമായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രസവിപ്പിക്കേണ്ടതായിട്ട് വരാം, അതല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള സാധ്യത കോവിഡ് ബാധയിൽ കൂടുന്നു. അതുപോലെ സിസേറിയൻ്റെ സാധ്യതയും സിസേറിയൻ നിരക്കും കോവിഡ് ബാധിതരായ ഗർഭിണികളിൽ കൂടുതലായാണ് കാണപ്പെടുന്നത്. സിസേറിയൻ്റെ നിരക്ക് കൂടുന്നതും കോവിഡ് ബാധിതയായ ഒരു രോഗിയെ കൂടുതൽ നേരം വേദനയിൽ പോകുന്നതോ, പ്രസവ വേദന കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് തള്ളിവിടാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നേരത്തെ, സാധാരണ ഒരു ഗർഭിണിയെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് കൊണ്ടാണ് സിസേറിയൻ നിരക്ക് കൂടുന്നത്. അല്ലാതെ കോവിഡ് കൊണ്ട് നമ്മൾ ഒരിക്കലും സിസേറിയൻ ചെയ്യണമെന്നില്ല. അതുപോലെ ഗർഭിണികളിൽ പൊതുവെ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീനസ് ത്രോംബോഎംബോളിസം എന്ന് പറയും. നമ്മുടെ ഞരമ്പുകളിൽ, രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത കോവിഡ് ബാധയുണ്ടായാൽ അല്പം കൂടി കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരം സങ്കീർണതകളാണ് കോവിഡ് ബാധിതരായ രോഗികളിൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. സങ്കീർണതകൾ കൂടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്
ഈ കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൗൺ ആകാം, അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആകാം, കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾക്ക് എത്താൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് പലപ്പോഴും ചെറിയ BP ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി കണ്ടെത്തി മരുന്ന് കൊടുത്ത് കുറയ്ക്കാറാണ് ഉള്ളത്. അപ്പോൾ കൃത്യസമയത്ത് ആ BP കണ്ടെത്താനായില്ലെങ്കിൽ കൂടിയതിന് ശേഷമായിട്ട് ആയിരിക്കും നമ്മൾ അറിയുന്നത്. അങ്ങനെയും സങ്കീർണതകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇനി നവജാത ശിശുവിന് കോവിഡ് ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ധാരാളം സംശയങ്ങളുണ്ടാകാം. ഗർഭസ്ഥ ശിശുവിന് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കൊറോണ വൈറസിന് നമ്മുടെ കോശങ്ങൾക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ കോശത്തിന് പുറത്തുള്ളൊരു റിസപ്റ്റർ, ഈ വൈറസിന് വന്ന് പറ്റിപ്പിടിക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അതാണ് ഈ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ റിസപ്റ്ററിൽ വൈറസ് വന്ന് പറ്റുന്നു. റിസപ്റ്റർ വൈറസിനെ സെല്ലിനകത്തേക്ക്, കോശത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തെത്തിയ വൈറസാണ് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ എണ്ണം കൂടി രോഗബാധ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സെൽസിന് പുറത്ത്, കോശങ്ങൾക്ക് പുറത്ത് ഈ റിസപ്റ്റർ ഉണ്ടെങ്കിലാണ് വൈറസ് സെല്ലിനകത്തേക്ക് കടക്കുന്നത്. മറുപിള്ളയിൽ ഈ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് വളരെ കോമൺ ആയിട്ട് ഈ ഒരു കോവിഡ് രോഗബാധ ഉണ്ടാകാറില്ല. അതുപോലെ അമ്മയുടെ രക്തത്തിൽ കൊറോണ വൈറസിൻ്റെ വൈറീമിയ എന്ന് പറയുന്ന ആ സ്റ്റേജും വളരെ ചുരുങ്ങിയ നേരം മാത്രം നിലനിൽക്കുന്നൊരു വൈറീമിയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് രക്തത്തിലൂടെയും കുഞ്ഞിലേക്ക് രോഗം പകരുന്നതായിട്ട് കാണുന്നില്ല. അതായത് കൺജനിറ്റൽ ഇൻഫെക്ഷൻ, ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന കോവിഡ് രോഗബാധയുടെ ചാൻസ് 2% താഴെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ പ്രസവം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രസവ സമയത്ത് അമ്മയുടെ മലത്തിൽ കൂടെയോ ഈ യോനിയുടെ ഭാഗത്തേക്ക് മലം വരികയാണെങ്കിൽ അത് കുഞ്ഞിലോട്ട് സ്പർശിച്ചാൽ ആ സ്രവത്തിൽ, ആ മലത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറസിൽ നിന്ന് കുഞ്ഞിന് അണുബാധയുണ്ടാകാം. അതുപോലെ പ്രസവം കഴിഞ്ഞതിന് ശേഷം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അമ്മയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ വൈറസ് ഉണ്ടാകാം. അതിൽ നിന്ന് കുഞ്ഞിലേക്ക്, അതല്ലെങ്കിൽ കുഞ്ഞിനെ പരിപാലിക്കുന്ന മറ്റ് കെയർ ടേക്കേഴ്സിൽ നിന്ന്, കൊച്ചിനെ ശ്രദ്ധിക്കുന്ന, നോക്കുന്ന, ശുശ്രൂഷിക്കുന്ന മറ്റ് ആൾക്കാരിൽ നിന്ന് കുഞ്ഞിന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഗർഭസ്ഥ ശിശുവിന് അണുബാധ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത പ്രസവം കഴിഞ്ഞതിന് ശേഷം നവജാത ശിശുവിന് കോവിഡ് രോഗബാധ ഉണ്ടാകുന്നതിനാണ്. ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്ക് കോവിഡ് രോഗം വന്നാൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ടും പഠനങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നവജാത ശിശുവിൻ്റെ അണുബാധയെക്കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും കൂടുതൽ നമുക്കൊരു ഉത്കണ്ഠയുള്ളത്. പക്ഷേ അതിൽ നമ്മൾ അറിയേണ്ട കാര്യമെന്ന് വെച്ചാൽ, നവജാത ശിശുക്കൾക്ക് അണുബാധ ഉണ്ടായാൽ അതിൽ 95% കുട്ടികൾക്കും വലിയ ലക്ഷണങ്ങളൊന്നുമില്ല, അത് അസിംറ്റമാറ്റിക് ആയിട്ട് പോകും. 5% പേരിൽ ലക്ഷണങ്ങൾ വന്നാൽ പോലും അത് വളരെ നിസ്സാരമായ മൈൽഡ് ഇൻഫെക്ഷൻ, ചെറിയൊരു ജലദോഷം പോലെയോ മൂക്കൊലിപ്പ് പോലെയോ ഒക്കെ വന്നങ്ങ് പോവുകയുള്ളൂ. അല്ലാതെ കടുത്ത കോവിഡ് രോഗബാധ നവജാത ശിശുക്കളിൽ നാം കാണുന്നില്ല. അതുപോലെ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് രോഗം ഉണ്ടായാൽ ഈ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരു ശക്തമായ രോഗപ്രതിരോധ ശേഷി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അമ്മയ്ക്ക് രോഗബാധ ഉണ്ടായാൽ കുഞ്ഞിന് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. എന്നാൽ ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്ക് വാക്സിൻ കൊടുത്താൽ വാക്സിനിലൂടെ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി, കുറച്ചുകൂടെ ശക്തമായ രോഗപ്രതിരോധ ശേഷി ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാലും മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട സംശയം, അമ്മ പോസിറ്റീവാണ്, കോവിഡ് രോഗബാധിതയാണ്, കുഞ്ഞ് നെഗറ്റീവാണ്, ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാമോ? തീർച്ചയായിട്ടും മുലപ്പാൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകളെല്ലാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീഡിയാട്രീഷ്യൻസ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീഡിയാട്രീഷ്യൻസ്, ഗൈനക്കോളജിക്കൽ സൊസൈറ്റീസ്, ഇൻ്റർനാഷണൽ സൊസൈറ്റീസ് ഓഫ് ഫിഗോ, ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഗൈനക്കോളജിക്കൽ അസോസിയേഷൻ, ഇതെല്ലാം പറയുന്നത് മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം മുലപ്പാലിലൂടെ രോഗബാധയുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മുലപ്പാലിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നവജാത ശിശുവിന് രോഗബാധ ഉണ്ടായാൽ പോലും അത് വളരെ നിസ്സാരമായ രീതിയിലാണ് ആ രോഗം കഴിഞ്ഞു പോകുന്നത്. 95% കുഞ്ഞുങ്ങൾക്കും രോഗലക്ഷണം പോലും കാണില്ല. 5% കുട്ടികൾക്ക് ലക്ഷണം ഉണ്ടായാൽ തന്നെ വളരെ നിസ്സാരമായ ലക്ഷണങ്ങളാണ് കുഞ്ഞിന് കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഈ രോഗബാധ ഉണ്ടായാൽ പോലും അതുകൊണ്ട് കുഞ്ഞിനുണ്ടാകുന്ന കോട്ടങ്ങൾ വളരെ കുറവാണ്. എന്നാൽ മുലപ്പാൽ നൽകുന്നതിലൂടെ കുഞ്ഞിനുണ്ടാകുന്ന നേട്ടങ്ങൾ, അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു. കുഞ്ഞിന് വേണ്ടുന്ന നല്ലൊരു സമീകൃത ആഹാരമാണ് അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ എന്നത്. അതുപോലെ കുഞ്ഞിന് ഫോർമുല ഫീഡ്സ്, നമ്മൾ ഈ പൊടിയൊക്കെ കലക്കി കൊടുക്കുമ്പോൾ കുഞ്ഞിന് വയറിന് ധാരാളം അസുഖങ്ങളുണ്ടാകാം. കുഞ്ഞിന് പൊണ്ണത്തടി, അമിതവണ്ണത്തിലേക്ക്, ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയിലേക്ക് പോകാം. അതുപോലെ മുലയൂട്ടുന്നതിലൂടെ അമ്മയ്ക്കും, പ്രസവം കഴിഞ്ഞ ഉടനെ മുലയൂട്ടുന്നതിലൂടെ അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങാനും രക്തസ്രാവം കുറയാനും കാരണമാകുന്നു. ലേറ്റർ ലൈഫ്, പിന്നീടുള്ള ലൈഫിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത മുലയൂട്ടുന്ന അമ്മമാരിലാണ് കൂടുതൽ. അതായത് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ. പക്ഷേ മുലപ്പാൽ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപ് നമ്മൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം, സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ മുല കൊടുക്കുന്ന സമയത്തും അമ്മയുടെ അടുത്താണ് കുഞ്ഞ് കിടക്കുന്നതെങ്കിലും ശരിയായ രീതിയിൽ ഡബിൾ മാസ്കിങ്, 2 മാസ്ക് അമ്മ ഉപയോഗിക്കുകയും വേണം. ഇടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യുകയും ശരിയായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുകയും ചെയ്താൽ കുഞ്ഞിലേക്ക് രോഗം പകരുന്നത് നമുക്ക് തടയാനാകും. വാക്സിനേഷനെ കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചു, എന്നാൽ പോലും ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു ടോപ്പിക്കാണ് വാക്സിനേഷൻ. കാരണം ഗർഭിണികളിൽ നാം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സെറ്റ് വാക്സിൻസ് ഉണ്ട്. ലൈവ് ആറ്റിനുവേറ്റഡ് വാക്സിൻസ് എന്ന് പറയും. നമ്മൾ ഈ റുബല്ലയ്ക്കൊക്കെ അടുത്തിടെ നമ്മൾ കൊടുക്കുകയുണ്ടായില്ലേ, അത്തരം വാക്സിനുകൾ നമ്മൾ പ്രഗ്നൻസി കൊടുക്കാൻ പാടില്ല എന്ന് പറയും. എന്നാൽ കോവിഡ് വാക്സിൻ ഇന്ന് ലഭ്യമായിട്ടുള്ള കോവിഡ് വാക്സിൻസ് ഒന്നും ഈ ലൈവ് ആറ്റിനുവേറ്റഡ് വാക്സിൻസ് അല്ല. വൈറൽ കമ്പോണൻറ്റ് വാക്സിൻസ് എന്ന് പറയും. വൈറസിൻ്റെ mRNA മാത്രമുള്ള വാക്സിൻ, അതല്ലെങ്കിൽ വൈറൽ വെക്റ്റർ വാക്സിൻ, മറ്റൊരു നിരുപദ്രവകാരിയായ വൈറസിലേക്ക് ഈ വൈറസിൻ്റെ ആൻറ്റിജൻസ്, സ്പൈക്ക് പ്രോട്ടീൻ തുടങ്ങിയവ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന വാക്സിൻസാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പം ഈ കേരളത്തിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കോവാക്സിനും കോവിഷീൽഡ് വാക്സിനുമാണ്. ഈ കോവിഷീൽഡ് വാക്സിൻ എന്ന് പറയുന്നത് വൈറൽ വെക്റ്റർ വാക്സിനാണ്. കോവാക്സിൻ എന്ന് പറയുന്നത് ഒരു കിൽഡ് വാക്സിനാണ്. ഈ 2 വാക്സിൻസും, ഈ 2 തരത്തിലുള്ള വാക്സിനുകളും നമ്മൾ ഗർഭിണികളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതല്ല. അതുപോലെ ഈ വാക്സിൻ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ്, ഇതും ടെററ്റോജനിക് ഇഫക്റ്റ്, കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളൊന്നും അല്ല. ഗർഭിണികളായ മൃഗങ്ങളിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വാക്സിൻസാണ് മോഡേണ വാക്സിൻ, ഫൈസർ ബയോൺടെക് വാക്സിൻ തുടങ്ങിയവ. ഇതിലൊന്നും ഈ മൃഗങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അപ്പം ഇത്തരം പോയിന്റുകൾ കൊണ്ടാണ് നമ്മൾ ഗർഭിണികൾക്ക് വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഗർഭിണികൾക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ശക്തമായ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു എന്നും പഠനങ്ങളിൽ തെളിയിക്കുന്നുണ്ട്. വൈറസിനെതിരെ ശരിയായൊരു ചികിത്സാ രീതി നമുക്ക് ഇതുവരെയും ലഭ്യമല്ല. ആൻറ്റിവൈറൽ ഡ്രഗ്സ് ലഭ്യമല്ല. ആകെയുള്ളത് വാക്സിൻ കൊടുത്ത് രോഗം പ്രതിരോധിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നു. വ്യക്തമായി ഗർഭസ്ഥ ശിശുവിനോ അമ്മയ്ക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടിട്ടില്ല. ഇപ്പോൾ മുന്നണി പോരാളികളായ ഗർഭിണികൾക്ക് വാക്സിൻ കൊടുത്ത പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളിലും അമ്മയ്ക്കോ കുഞ്ഞിനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് വാക്സിൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ പല സംഘടനകൾ, അന്തർദേശീയ സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഫിഗോ, ഫോക്സി, ACOG, RCOG, CDC തുടങ്ങിയ സംഘടനകൾ ഗർഭിണികളിൽ വാക്സിൻ കൊടുക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ വ്യക്തമായ പഠനങ്ങളുടെ അഭാവത്തിൽ ഭാരത സർക്കാർ ഇപ്പോഴും ഗർഭിണികൾക്ക് കൊടുക്കാൻ നമുക്ക് അനുമതി തന്നിട്ടില്ല. എപ്പോൾ അനുമതി ലഭിക്കുന്നോ ആ സമയത്ത് ആ വാക്സിൻ എടുക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശം. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നവർ ഗർഭധാരണത്തിന് മുൻപ് തന്നെ 2 ഡോസ് വാക്സിനും എടുത്തതിന് ശേഷം ഗർഭധാരണം നടത്തുക എന്നതാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗർഭധാരണം നടത്തുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അതുപോലെ വാക്സിൻ പ്രത്യുൽപാദന ശേഷിയെ ഒരു രീതിയിലും ബാധിക്കുന്നതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഈ സംശയം പലപ്പോഴും പുരുഷന്മാരാണ് ചോദിക്കുന്നത്. പിന്നെ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ IUI അല്ലെങ്കിൽ IVF ചെയ്യുന്നതിന് മുൻപ്, വാക്സിൻ എടുക്കുന്നതിന് മുൻപ് ബീജം എടുത്ത് കളക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അങ്ങനെയൊന്നുമില്ല. കോവിഡ് രോഗം ബാധിച്ചവരിലും വാക്സിൻ എടുത്തവരിലും സെമൻ അനാലിസിസിൽ ബീജത്തിൻ്റെ ചലനത്തെയോ എണ്ണത്തെയോ വാക്സിൻ ബാധിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുലയൂട്ടുന്ന അമ്മമാർ വാക്സിനേഷൻ കൊടുക്കാൻ ഭാരത സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. നാം ഇപ്പോൾ നൽകുന്നുണ്ട്. സാധാരണ ആൾക്കാരിൽ നൽകുന്നത് പോലെയുള്ള പ്രിക്കോഷൻസ് തന്നെയാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ നാം സ്വീകരിക്കേണ്ടത്. വാക്സിൻ എടുത്തു എന്ന് കരുതി മുലയൂട്ടൽ മാറ്റി വയ്ക്കേണ്ടതിൻ്റെയോ നിർത്തേണ്ടതിൻ്റെയോ ഒന്നും ആവശ്യമില്ല. മുലയൂട്ടൽ സാധാരണ പോലെ തുടരാവുന്നതാണ്. ഗർഭിണികളിൽ നാം വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല. എന്നാൽ പോലും സമീപഭാവിയിൽ അതിനുള്ള അനുമതി നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വാക്സിൻ നൽകുകയാണെങ്കിൽ പലപ്പോഴും വരാൻ സാധ്യതയുള്ള 1-2 സംശയങ്ങളുണ്ട്. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന TD വാക്സിൻ അല്ലെങ്കിൽ Tdap വാക്സിൻ, TTക്ക് പകരം TT മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു തുടങ്ങിയേക്കുന്ന വാക്സിനുകളാണ്. അപ്പോൾ ഇതെടുക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഇടവേളകൾ എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളൊരു സംശയമാണ്. ഇത്തരം കുത്തിവയ്പ്പുകൾ എടുത്താൽ, TD, Tdap തുടങ്ങിയ കുത്തിവയ്പ്പുകൾ എടുത്താൽ 14 ദിവസത്തിന് ശേഷം കോവിഡ് വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കോവിഡ് വാക്സിൻ കഴിഞ്ഞാൽ 14 ദിവസത്തിന് ശേഷമായിരിക്കണം TD വാക്സിൻ അല്ലെങ്കിൽ Tdap വാക്സിൻ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഗർഭിണികൾക്ക് നൽകുന്ന മറ്റൊരു ഇഞ്ചക്ഷനാണ് ANTD ഇഞ്ചക്ഷൻ. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, ഗർഭിണിയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവുമാണെങ്കിൽ നമ്മൾ ഗർഭിണികൾക്ക് ANTD എന്ന കുത്തിവയ്പ്പ് നൽകാറുണ്ട്. അതും വാക്സിനുമായിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് വാക്സിൻ സ്വീകരിക്കാം. അതല്ലെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ANTD എടുക്കേണ്ടതെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ANTD സ്വീകരിക്കാവുന്നതും ആണ്. പിന്നെ ധാരാളം ക്വസ്റ്റ്യൻസും സംശയങ്ങളും ഒക്കെ ഉണ്ടായൊരു കാര്യമാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് ശേഷം രക്തം കട്ടിപിടിക്കും, ഞരമ്പുകളിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നത്. വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ ധാരാളം ഉണ്ടായി. അതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ പുകവലിക്കാർ, അതല്ലെങ്കിൽ ഗർഭിണികൾ, അതും അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളിക കഴിക്കുന്നവർ, ഇവരിലെല്ലാം രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത ഇതിനേക്കാൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു 40 ലക്ഷം ആൾക്കാർക്ക് വാക്സിൻ എടുക്കുമ്പോഴാണ് അതിൽ ഒരാൾക്ക് രക്തം കട്ടിപിടിക്കുന്നതായിട്ട് കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭീതിയുടെ ആവശ്യമില്ല. ആ കാരണത്താൽ നാം വാക്സിൻ എടുക്കാതിരിക്കുകയും വേണ്ട. പിന്നെ വരുന്ന മറ്റൊരു സംശയമാണ്, നമുക്ക് കോവിഡ് വന്നു, ഇനി നമുക്ക് വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും കോവിഡ് വന്നു പോയവരിലും വാക്സിൻ എടുക്കാനാണ് നാം നിർദ്ദേശം നൽകുന്നത്. കാരണം രോഗബാധയുണ്ടായവരിൽ കാണപ്പെടുന്ന രോഗപ്രതിരോധ ശേഷിയേക്കാൾ കൂടുതൽ വാക്സിൻ എടുത്തവരിലാണ് കാണുന്നത്. അതുകൊണ്ട് രോഗം വന്നവരിലും നമ്മൾ വാക്സിൻ എടുക്കണം. അപ്പോൾ എപ്പോൾ എടുക്കാമെന്നുള്ളതാണ് അടുത്ത സംശയം. രോഗം വന്ന് കഴിഞ്ഞാൽ നെഗറ്റീവായി 3 മാസത്തിന് ശേഷം ആണ് നമ്മൾ വാക്സിൻ എടുക്കാൻ നിർദ്ദേശിക്കുന്നത്. ചിലരിലെങ്കിലും കടുത്ത രീതിയിൽ രോഗം വന്നാൽ അതിൽ നിന്ന് ആ കടുത്ത നമുക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളിൽ നിന്ന്, വിഷമതകളിൽ നിന്ന്, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് റിക്കവറി ചെയ്തതിന് ശേഷം, ആ രോഗം ഭേദപ്പെട്ടതിന് ശേഷം 3 മാസം കഴിഞ്ഞാണ് നാം വാക്സിനേഷൻ എടുക്കേണ്ടത്. ചെറിയ രീതിയിൽ നാം അറിയാതെ വന്നു പോകുന്നതാണെങ്കിൽ നെഗറ്റീവായി 3 മാസങ്ങൾക്ക് ശേഷം നമുക്ക് വാക്സിൻ സ്വീകരിക്കാം. ഇനി നമ്മൾ വാക്സിൻ എടുത്തു തുടങ്ങുമ്പോൾ വരുന്ന മറ്റൊരു സംശയമാണ്, ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തു, അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ആദ്യ ഡോസ് വാക്സിൻ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ഡോസ് എടുക്കേണ്ട സമയത്ത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് തരാനുള്ള നിർദ്ദേശം. പക്ഷേ പ്രഗ്നൻസിയിൽ വാക്സിൻ എടുക്കാനുള്ള അനുമതി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനൊരു മാനദണ്ഡവും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മാനദണ്ഡ പ്രകാരമായിരിക്കും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നാം വാക്സിൻ സ്വീകരിക്കേണ്ടത്. പിന്നെ കോവിഡ് സമയത്ത് പ്രഗ്നൻസി ഒഴിവാക്കാൻ ചിലപ്പോഴെങ്കിലും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ലോക്ക്ഡൗൺ, കണ്ടെയ്ൻമെൻറ്റ് സോൺ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഗർഭിണികളായാൽ നമുക്കറിയാമല്ലോ, അടുപ്പിച്ചുള്ള പരിശോധനകൾ വേണ്ടതായിട്ട് വരും. അതുപോലെ ലാബ് ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാനിങ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ, ഇതിനൊക്കെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകാം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ വൈഷമ്യങ്ങളും വൈയായികകളും ശരിയായ സമയത്ത് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം ഗർഭധാരണം നടത്തൂ എന്നൊരു നിർദ്ദേശം പലരും പറയാറുള്ളത്.
അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, വന്ധ്യതാ ചികിത്സ എന്ന് പറയുന്നത് ഒരു എമർജൻസി കാര്യമല്ല, അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പം ഈ ഒരു കൂട്ടം കൂടൽ ഒഴിവാക്കാനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് വന്ധ്യതാ ചികിത്സയും നമുക്ക് ഈ ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്തിൽ നിന്ന് അല്പം അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മൾ കോവിഡ് രോഗികളെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിൽ ABC എന്ന 3 കാറ്റഗറിയാണ് പറയുന്നത്. A കാറ്റഗറി താരതമ്യേന സുഖലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവർ, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ചെറിയ പനി ഒക്കെ ഉള്ളവരെയാണ് നമ്മൾ A കാറ്റഗറി. B എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലക്ഷണങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ്, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരായിരിക്കും. C കാറ്റഗറി ആകുമ്പോൾ നല്ല സിവിയർ ഡിസീസസ്, ബ്രെത്ത്ലെസ്നെസ്, ശ്വാസം മുട്ട്, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ. എന്നാൽ ഗർഭിണികളിൽ ഈ കാറ്റഗറൈസേഷൻ വരുമ്പോൾ ഗർഭിണികളിൽ A എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല. ഗർഭിണി കോവിഡ് പോസിറ്റീവ് ആയാൽ അത് B കാറ്റഗറി B ആണ്. ആ ഗർഭിണിക്ക് സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് B2 എന്ന് പറയും. രോഗലക്ഷണങ്ങളില്ലാത്ത, അതായത് പനി, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കോവിഡ് പോസിറ്റീവായ ഒരു ഗർഭിണിയാണ് B1 കാറ്റഗറിയിൽ വരുന്നത്. രോഗലക്ഷണങ്ങൾ വരുമ്പോൾ മൂക്കൊലിപ്പോ, പനിയോ, ചുമയോ, വയറിളക്കോ, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ അത് B2 കാറ്റഗറിയിലേക്ക് മാറുന്നു. കുറച്ചുകൂടെ ഗുരുതരമായ ലക്ഷണങ്ങൾ, ശ്വാസം മുട്ട്, ഡ്രൗസിനെസ്, ഒരു മയക്കം പോലെയുള്ള അവസ്ഥ, ഹിമോപ്റ്റൈസിസ്, രക്തം ചുമച്ച് തുപ്പുന്ന അവസ്ഥ, ശരീരത്തിലൊരു നീല നിറം, ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞിട്ടൊരു നീല നിറം വരുന്ന അവസ്ഥ, ഈ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് കാറ്റഗറി സിയിലേക്ക് മാറും. നമ്മൾ ഗർഭിണികൾക്ക് വീട്ടിലുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നത് ഡൊമിസിലറി കെയർ. കേരളത്തിൽ നമ്മളിപ്പോൾ ലഭ്യമായിട്ടുള്ള കോവിഡ് ചികിത്സ ഒരു 5 ടയർ സിസ്റ്റം എന്ന് പറയാം. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, കോവിഡ് പോസിറ്റീവായി വീട്ടിൽ അത്യാവശ്യ സൗകര്യങ്ങളുള്ളവർക്ക് ഹോം കെയർ ആണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതായത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രം ആശുപത്രിയിലേക്ക് വന്നാൽ മതി. എന്നാൽ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല, ഒരു ഐസൊലേറ്റ് ചെയ്ത് ബാത്റൂമിൽ പോകാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. രോഗിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മുറികളോ ശുചിമുറികളോ ഇല്ലാത്ത വീടുകളാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഡൊമിസിലറി കെയർ സെൻ്ററുകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലക്ഷണങ്ങളുള്ളവർ, പ്രാരംഭ ലക്ഷണങ്ങൾ, ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ കിടത്തുന്ന ചികിത്സാ കേന്ദ്രങ്ങളാണ് CFLTCs, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയും. അതായത് പ്രാരംഭ ചികിത്സാ കേന്ദ്രങ്ങൾ. കുറച്ചുകൂടെ ലക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ B ടൈപ്പ് കാറ്റഗറിയിലോട്ട് വരുന്നവരെ കിടത്താനാണ് കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് വരുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാച്ചുറേഷനൊക്കെ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങുന്ന അവസ്ഥയിലൊക്കെയാണ് നമ്മൾ ഈ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് മാറ്റുന്നത്. സിവിയർ ഗുരുതരാവസ്ഥയിലാകുമ്പം കോവിഡ് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസുകളിലേക്കാണ് നമ്മൾ രോഗിയെ മാറ്റുന്നത്. ശ്വാസം മുട്ടൽ കൂടുതൽ, ഓക്സിജൻ വച്ചിട്ട് മാറാത്ത ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ കോവിഡ് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസിലാണ് ചികിത്സിക്കുന്നത്. ഗർഭിണികളെ നമ്മൾ ആദ്യം തന്നെ വിടുന്നത് 34 ആഴ്ചയിൽ താഴെയാണ്. ലക്ഷണങ്ങളൊന്നുമില്ല, അത്തരക്കാർക്ക് വീടുകളിൽ നിൽക്കാൻ കഴിയുന്നതാണ്. വീട്ടിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, കോവിഡ് പോസിറ്റീവ് ആയെന്ന് മാത്രമേ ഉള്ളൂ, ഗർഭകാലാവധി 34 ആഴ്ചയിൽ താഴെയാണ്. അത്തരക്കാരെയാണ് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ നിൽക്കാൻ നിർദ്ദേശം നൽകിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരിക്കണം. നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ, ഈ പൾസ് ഓക്സിമീറ്റർ വിരലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ പരിശോധിക്കണം. പൾസ് ഓക്സിമീറ്റർ ഞാൻ കാണിക്കാം. ഇതാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഇതിൻ്റെ ഫ്രണ്ടിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഞെക്കുമ്പോൾ അത് ഓണാകും. ഓണായതിന് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റ്സ് കാണാം. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് വിരൽ ഇതിനുള്ളിൽ വെക്കണം. വിരൽ ഇതിനുള്ളിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഈ രീതിയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ അത് റീഡ് ചെയ്തിട്ട് ഇതിൽ കാണാൻ കഴിയും. ഇപ്പം നമ്മൾ ഗർഭിണികൾ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ പൾസ് ഓക്സിമീറ്റർ ഉണ്ടാകണം. 3 നേരം നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം. ഇതിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും 97 ആണ് ഓക്സിജൻ സാച്ചുറേഷൻ, 83 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പൾസ് റേറ്റ് ആണ്. അപ്പോൾ ഈ വിരൽ ഇതുപോലെ ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യം നോക്കി ഈ റീഡിംഗ് എടുക്കണം. ആ റീഡിംഗ് നമ്മളൊരു പേപ്പറിൽ എഴുതണം. ഇപ്പോൾ ഇതിൽ 97 എന്നാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 6 മിനിറ്റ്സ് വാക്ക് ടെസ്റ്റ് എന്ന് പറയും. നമ്മളൊരു 6 മിനിറ്റ് നടക്കണം, അല്ലെങ്കിൽ ഒരു 40 ചുവട് നടക്കണം. നടന്ന് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ, ഈ പൾസ് ഓക്സിമീറ്റർ വിരലിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഓക്സിജൻ നോക്കണം. ഓക്സിജൻ സാച്ചുറേഷൻ നേരത്തെ നമുക്ക് 97 ആണ് കണ്ടത്, 97.
അതിനേക്കാൾ 3% കൂടുതൽ കുറഞ്ഞാൽ, അതായത് 97 എന്നുള്ളത് 94 3% കുറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ കുറയുന്നു, 93 പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയതായിട്ട് നമ്മുടെ ലങ്സിന് അതിൻ്റെ ഒരു കഴിവ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ വാക്ക് ടെസ്റ്റ് നമ്മൾ 3 നേരവും ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഈ 3 നേരവും ചെയ്യുമ്പോൾ 3% കൂടുതൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. വാക്ക് ടെസ്റ്റ് അല്ലാതെ തന്നെ നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ 94 താഴെയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അപ്പോൾ തന്നെ മീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ടെലിമെഡിസിൻ, ഈ ഹെൽത്ത് വഴി നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതും വീഡിയോ കോളിലൂടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതും നിങ്ങളുടെ ലക്ഷണങ്ങളും സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കാവുന്നതുമാണ്. വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു മുറിയിൽ തന്നെ ഇരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മുടെ ഡ്രസ്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ഇതൊന്നും മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. വീട്ടിലെപ്പോഴും റൂമിനകത്ത് എപ്പോഴും നമ്മൾ മാസ്ക് ശരിയായ രീതിയിൽ ധരിച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു നല്ല വെന്റിലേറ്റഡ് റൂമായിരിക്കണം, നല്ല വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. വീട്ടിൽ ബെഡ് റെസ്റ്റ് ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കണം. കാരണം ഗർഭിണികളിൽ കോവിഡ് രോഗം ഇല്ലെങ്കിൽ പോലും രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് വന്നവരിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത അല്പം കൂടെ കൂടുതലായിരിക്കും. ഇപ്പം നല്ല വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കോവിഡ് പോസിറ്റീവ് ആയാൽ 17 ദിവസം കഴിയുമ്പോൾ നമുക്ക് ക്വാറൻറ്റൈൻ മാറി പുറത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാം. ഇപ്പോൾ നമ്മൾ രണ്ടാമതൊന്നുകൂടെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആകണം എന്ന് നിർബന്ധം പറയുന്നില്ല. അതുകൊണ്ട് 17 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് 17 ഡേയ്സിന് ശേഷം സാധാരണ പോലെ മറ്റ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകാവുന്നതാണ്. എന്നാൽ 34 ആഴ്ച കഴിഞ്ഞുള്ള ഗർഭിണികളാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കുഞ്ഞിൻ്റെ അനക്കം, കുഞ്ഞിൻ്റെ NST എന്ന് പറയും, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. BP, പൾസ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് കൂടുതലായിട്ട് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഡോക്ടർ അത് അഡ്വൈസ് ചെയ്യും. ചിലപ്പോൾ നമ്മളെ അഡ്മിറ്റ് ചെയ്യും. അതല്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് ഹോം കെയറിൽ നമുക്ക് പോകാൻ കഴിയും, 34 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ. അതുപോലെ ടോസ് ടേം, 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ആയ ഗർഭിണികളാണെങ്കിൽ പ്രസവ തീയതിയായിട്ട് 1-2 ആഴ്ച മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് ആകുന്നത് തന്നെയായിരിക്കും നല്ലത്. കോവിഡ് പോസിറ്റീവ് ഡെലിവറിക്ക് വേണ്ടി ഓരോ ജില്ലകളിലും അസൈൻ ചെയ്ത സ്ഥാപനങ്ങൾ കാണും. എല്ലാ സ്ഥാപനങ്ങളിലും കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഡെലിവറി നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകില്ല. അപ്പം നിങ്ങളുടെ ജില്ലയിൽ സമീപത്തുള്ള ഏത് ആശുപത്രിയിലേക്കാണ് പ്രസവവേദനയോ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടായാൽ പോകേണ്ടതെന്ന് ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ആ പറയുന്ന സ്ഥാപനങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകേണ്ടി വരുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ വാഹന സൗകര്യത്തിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ, ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, ആരോഗ്യ പ്രവർത്തകരുടെ നമ്പർ, ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. ഹോം കെയറിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എല്ലാം അതുപോലെ തന്നെ കഴിക്കണം. അയൺ കാൽഷ്യം ഗുളികകളാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അതുപോലെ തുടരണം. ചിലർക്കെങ്കിലും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകും, അതിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടാകും. നിങ്ങൾ എന്തെല്ലാം മെഡിസിൻസ് ആണോ തുടരുന്നത് അതെല്ലാം അതുപോലെ തന്നെ തുടരണം. പിന്നെ കൂടുതലായിട്ടുള്ള മെഡിസിൻസ്, ഈ സിങ്ക്, വൈറ്റമിൻസ്, ഇതെല്ലാം കഴിക്കുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കറക്റ്റ് ഒരു ആൻസർ ഇല്ല. ആക്ച്വലി പഠനങ്ങളിലൊന്നും അത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഹോം കെയറിലിരിക്കുന്നു, അപ്പോൾ നമുക്ക് പനിയോ ചുമയോ ശ്വാസം മുട്ടലോ മറ്റ് ലക്ഷണങ്ങൾ എന്തുണ്ടായാലും ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും, ആ ചുവപ്പ് കൊടി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അതായത് ശക്തമായ ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, മയക്കം, നെഞ്ചിലൊരു പിടുത്തം പോലെ തോന്നുന്നത്, ചുമച്ചു തുപ്പുന്നതിൽ രക്തത്തിൻ്റെ അംശം കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശരീര ചുണ്ടും കൈവിരലുകളും ഒക്കെ നീല നിറത്തിലാകുന്നതായിട്ട് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ചുവപ്പ് കൊടി കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന്, റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത്. അത് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തേണ്ടതാണ്.
ഇനി കോവിഡ് എല്ലാം വന്നു, അതങ്ങ് ഭേദമായി, നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളോ ഒക്കെ വന്നു കോവിഡ് ഭേദമായി. തീർച്ചയായിട്ടും നമ്മൾ ബാക്കി ടെസ്റ്റുകളെല്ലാം അതുപോലെ ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിലാണ് വന്നതെങ്കിൽ കറക്റ്റായിട്ട് NT സ്കാൻ ചെയ്യുന്ന ടൈമിൽ, അതായത് 11 മുതൽ 13 ആഴ്ചയ്ക്കകം നമ്മൾ NT സ്കാൻ നോക്കണം. ഇതിന് മുൻപുള്ള സ്കാനുമായിട്ടൊരു കഴിഞ്ഞ സ്കാൻ കഴിഞ്ഞിട്ടൊരു 3 ആഴ്ചയ്ക്കകം നമ്മൾ കോവിഡ് വരുന്നതിനോ അല്ലെങ്കിൽ ആ സമയത്ത് എപ്പോഴെങ്കിലും നമ്മളൊരു സ്കാൻ ചെയ്തിരുന്നു, ഒരു 3 വീക്സ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം, കുഞ്ഞിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും എല്ലാം അസസ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ രോഗം വന്നുപോയി എന്ന് പറഞ്ഞ് നമ്മളിനി മാസ്കും സാനിറ്റൈസേഷനും ഒന്നും വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം ഇൻഫെക്ഷൻ രണ്ടാമത് വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ രോഗം വന്ന് ഭേദമായാലും ഈ SMS എന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മറ്റു വ്യക്തിയുമായിട്ടൊരു മിനിമം 2 മീറ്റർ ദൂരം നമ്മൾ കീപ്പ് ചെയ്യണം. മാസ്ക് ശരിയായ രീതിയിൽ ഡബിൾ മാസ്കിങ് തന്നെ ചെയ്യണം. സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ശരിയായ രീതിയിൽ ചെയ്യണം. ഇതിലൊന്നും നമുക്ക് രോഗം വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഡൈല്യൂഷൻ വരുത്താൻ കഴിയില്ല. സ്കാൻ എടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ 3 മാസത്തിനകം രോഗം വന്നവരാണെങ്കിൽ 11 to 13 വീക്സിൽ NT സ്കാൻ ചെയ്യണം. ഈ രോഗം വരുന്നതിന് തൊട്ട് മുൻപ് ഒരു സ്കാൻ ഉണ്ടെങ്കിൽ കുറഞ്ഞത് 21 ഡേയ്സ് 3 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സ്കാൻ ചെയ്യണം. അതുപോലെ 3rd ട്രൈംസ്റ്റർ ഒരു 28 ആഴ്ച ആകുന്ന സമയത്ത് നമ്മളൊരു സ്കാൻ ചെയ്ത് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ, കൂടുതലാണോ, കുറവാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഈ 3 സ്കാനിങ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. പിന്നെ വാക്സിൻ ലഭ്യമാകുന്നു. വാക്സിൻ എടുക്കാൻ ഒരു അനുമതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കണം. മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും അനുമതി ലഭിച്ചു കഴിഞ്ഞു നമുക്ക് വാക്സിൻ ധൈര്യമായിട്ട് എടുക്കാം. ഇത്രയുമൊക്കെയാണ് സാധാരണ പ്രഗ്നൻസിയിൽ വരുന്ന കൂടുതൽ സംശയങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചസും. ഇനി നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ, റിപ്ലൈ തരുന്നതാണ്. നന്ദി.